ജീവനം വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ആ ഒരു ഭാര്യ കൃഷ്ണപ്രിയയുടെ ഒരു ജോലി തന്നെയാണ് ഇപ്പോൾ ആ ഒരു കുടുംബത്തിന് അത്താണി എന്ന് തന്നെ പറയണം. എന്തായാലും അർജുനെ നഷ്ടമായി, അർജുൻ ഓർമ്മയായി. എന്തായാലും നല്ല രീതിയിൽ ആ കുടുംബം, ഇനിയും മകനുണ്ട്, മകൻ്റെ ഭാവിയും എല്ലാം ഓർത്ത് നല്ല രീതിയിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനാകട്ടെ. ഈ ഒരു ഓർമ്മകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രചോദനമായി തന്നെ എന്തായാലും മുന്നോട്ട് പോകാനാകട്ടെ. നമ്മളോടൊപ്പം എന്തായാലും ജോസഫ് ഉണ്ട്. ഈ ഒരു ഷിരൂർ ദൗത്യത്തിലുടനീളം ഷിരൂരിലുണ്ടായിരുന്നു, കണ്ടിരുന്നു ആ ദിവസങ്ങൾ, ആ തെരച്ചിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടന്നു, എന്തൊക്കെ വെല്ലുവിളികൾ സൃഷ്ടിച്ചു, എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ അവിടെ വലിയൊരു വില്ലനായി മാറിയത്. ജോസഫ് എങ്ങനെ ഓർക്കുന്നു ആ തെരച്ചിലിൻ്റെ കറുത്ത ദിനങ്ങൾ? കാളിദാസ്, കഴിഞ്ഞ 72 ദിവസങ്ങൾ മറക്കാനാവാത്ത ദിവസങ്ങൾ തന്നെയാണ്. കാരണം ഒന്നാം ദിവസം മുതൽ വലിയേറെ പ്രതിസന്ധികളിലൂടെ നേടിയെടുത്തതാണ് നമ്മൾ ഈ അർജുനെ 72 ദിവസങ്ങളിലൂടെ വീണ്ടെടുത്തതാണ് അർജുനെ. കാരണം ആദ്യഘട്ടം മുതൽ വലിയേറെ വെല്ലുവിളികൾ എല്ലാം നിറഞ്ഞിരുന്നൊരു സാഹചര്യമായിരുന്നു ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഷിരൂരിലെത്തിയപ്പോൾ. ആദ്യ ദിനം തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ ആ ദിവസം 144 പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ മണ്ണിടിച്ചിൽ ഒരു ഗ്യാസ് ടാങ്കർ ഇത്തരത്തിൽ കുഴിയിൽ പതിച്ചിരുന്നു. ഇതിന്റെ ക്യാപ്സ്യൂൾ അടക്കം ഈ പ്രദേശത്ത് വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർക്കോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കോ പോലും ഈ ഭാഗത്തേക്ക് എത്തിച്ച് കഴിയാൻ സാധിക്കുന്ന സാഹചര്യമില്ലായിരുന്നു. ഈ ഗംഗാവാലി പുഴയുടെ ഓരത്തുണ്ടായിരുന്ന കുറെ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ 5-6 വീടുകൾ തന്നെ പൂർണ്ണമായി തകർന്നു. ഇതിൽ കുറെ പേരെ കാണാതായി. അങ്ങനെ വലിയൊരു അരക്ഷിതാവസ്ഥയായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ. അതായത് ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ ആദ്യ 3 ദിവസങ്ങളിൽ ഉണ്ടായത്. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മലയാളിയായിട്ടുള്ള ഒരു ഡ്രൈവറെ കാണാതായിട്ടുണ്ട്. നാടിക്കൽ സ്വദേശിയാണ്. ഭാരത് ബെൻസ് ട്രക്കിലായിരുന്നു യാത്ര. അവസാനമായി സിഗ്നൽ ലഭിച്ചത് ഈ ഷിരൂർ പുഴയുടെ തീരത്തായിരുന്നു. ഗംഗാവലി പുഴയുടെ തീരത്ത് ലക്ഷ്മണ നായകന്റെ കടയുണ്ടായിരുന്ന ഭാഗത്താണ് എന്ന് എത്തുകയായിരുന്നു. ആ ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്കും വലിയ പ്രതിസന്ധികളായിരുന്നു. കാരണം മല എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാനായി നിൽക്കുന്ന മല, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ട് വീതി ഉയർത്തുന്ന യാത്ര, ആ മലയിൽ നിന്നും വെള്ളം കുത്തി ഒലിച്ചൊഴുകുക, ഗംഗാവാലി പുഴയും കലങ്ങി മറിയുന്ന ആ സാഹചര്യം, അതിശക്തമായ മഴയും അതിനോടൊപ്പം കാറ്റും. ആദ്യ ദിവസങ്ങളിൽ ഇതെല്ലാം വെല്ലുവിളിയായിരുന്നു. ആ ഭാഗത്തേക്ക് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. നാഷണൽ ഹൈവേ 66-ലൂടെയുള്ള സഞ്ചാരപാത തന്നെ ഇല്ലാണ്ടാക്കി. കാരണം അത് പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ പാതയിലുള്ള സഞ്ചാരം പോലും ആ ഘട്ടത്തിൽ ഒരാഴ്ചയോളം പ്രതിസന്ധിയിലാക്കി ഈ മണ്ണിടിച്ചു. ആ ഭാഗത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരവും രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ആത്മഹത്യാപരവുമാണെന്നുള്ളൊരു നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. അങ്ങനെ കേരളത്തിന്റെ ഭാഗത്ത് വലിയ സമ്മർദ്ദങ്ങളുണ്ടായി. അതിനുശേഷം ഇവർ ഇത്തരത്തിൽ JCBകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം മണ്ണ് നീക്കുന്നത് അടക്കം വലിയ മന്ദഗതിയിലാണ് നടന്നത്. കാരണം ജോലി ചെയ്യുന്ന ജീവനക്കാർ ജീവൻ വളരെ പണയപ്പെടുത്തി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ നാം പ്രതീക്ഷിച്ചിരുന്നത് അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് ഭാരത് ബെൻസ് കമ്പനിയുടെ അധികൃതരും ഈ കുടുംബവും നൽകിയത്. കാരണം ഈ പുഴയുടെ തീരത്ത് നിന്നിട്ടുള്ള GPS സിഗ്നലിൽ വാഹനം പ്രവർത്തിച്ചിരുന്നതായും അർജുന്റെ ഫോൺ റിങ് ചെയ്തതായി കുടുംബവും സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരച്ചിലുണ്ടായത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ പുഴയുടെ തീരത്ത് ഈ പുഴയുടെ തീരത്ത് കരയോട് ചേരുന്ന ഭാഗത്ത് അർജുൻ ഇല്ല എന്ന് മനസ്സിലാക്കിയത്. ആ മൺകൂമ്പാരങ്ങളിൽ 30 മെട്രിക് ടൺ അടക്കം ആ മണ്ണ് നീക്കം ചെയ്താണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പിന്നീട് 2ാം ഘട്ട ദൗത്യമായിരുന്നു. അത് പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ഈ 2ാം ഘട്ട ദൗത്യം നടത്തിയത്. ഈ 2ാം ഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. കാരണം ഗംഗാവാലി പുഴയിൽ വലിയ രീതിയിലുള്ള കുത്തൊലിക്ക് നിലനിൽക്കുന്നു. മാത്രവുമല്ല ജോലി ചെയ്യാനടക്കം ആളുകൾ എത്തിച്ചേരാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. വലിയ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിലടക്കം
വലിയ പ്രതിസന്ധി, വലിയ പാലങ്ങളെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. അങ്ങനെ നിലവിൽ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഈ ദൗത്യം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഗംഗാവാലി പുഴയോരത്ത് നിന്ന് അർജുൻ അടക്കം കാണാതായവരെ കണ്ടെത്തണമെന്ന് പ്രധാനമായും ആവശ്യം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഗോവയിൽ നിന്നും മറ്റ് കാർവാറിൽ നിന്നും ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചു. 7 ഡെഡ് ബോഡികൾ കണ്ടെത്തിയ ലക്ഷ്മൺ നായിക്കിന്റെ കട കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ രണ്ടാം ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്തു വന്നിരുന്നത്. ഈ ലക്ഷ്മണ നായിക്കിന്റെ കടയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പുഴയും കരയും ചേരുന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. പക്ഷേ ഫലമുണ്ടാവാത്തതിനെ തുടർന്ന് ഈ പരിസരങ്ങളിൽ 5 മീറ്റർ വലതുവശത്തേക്കും 5 മീറ്റർ ഇടതുവശത്തേക്കും പരിശോധന നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. അങ്ങനെ ആ തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. വരുന്ന ദിവസങ്ങളിലെല്ലാം മഴ കലുഷിതമാകുകയും ഗംഗാവലി പുഴ കലുഷിതമാകുകയും അതുപോലെ തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ കാർവാർ ഭരണകൂടം തീരുമാനത്തിലെത്തി ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് ആത്മഹത്യാപരമാണ് എന്ന് തീരുമാനപ്പെടുത്തി. അതിനുശേഷം ഇത്തരത്തിൽ ദൗത്യം അനന്തമായി നീളുകയായിരുന്നു. ഒരു തെരച്ചിൽ നടത്താത്തൊരു സാഹചര്യത്തിൽ അർജുന്റെ കുടുംബം, സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ, AK അഷറഫ് MLA തുടങ്ങിയ ജനപ്രതിനിധികൾ ഈ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സിദ്ധരാമയ്യെ കണ്ട് ഡ്രഡ്ജർ അടക്കം, അതായത് പുഴയിൽ മാത്രമാണ് ഇനി പരിശോധന നടത്താനുണ്ടായിരുന്നത്. ആ പുഴയിലിറങ്ങി പരിശോധന നടത്താൻ വേണ്ടി ഈ ഡ്രഡ്ജർ അടക്കം സാധനങ്ങൾ എത്തിച്ചു നൽകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഈ ഡ്രഡ്ജർ അടക്കം സംവിധാനം എത്തിച്ചു നൽകിയാലും പലവിധ സാങ്കേതിക പരിശോധനയിൽ വിവിധ ഇടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഡ്രഡ്ജറിന് സുഗമമായി വരാൻ ഗംഗാവാലി പുഴയുടെ സമീപത്തായിട്ട് തന്നെയുള്ള റെയിൽവേ പാലങ്ങളും പുതുതായി നിർമ്മിച്ച പാലവും വലിയ പ്രതിസന്ധിയാണ്. അതിന് വേലിയേറ്റ സമയവും വേലിയിറക്ക സമയവും ഒക്കെ കഴിഞ്ഞ് ഇതെത്തുമ്പോഴേക്കും ഒത്തിരിയേറെ താമസിച്ചിരുന്നു. പിന്നീട് നമുക്ക് പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മുൻപ് തകർന്ന, അതായത് ഈ അപകടത്തിൽ തന്നെ തകർന്ന ഒരു ടാങ്കർ ലോറിയുടെ അവശിഷ്ട ഭാഗങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത്. തിരച്ചിൽ നിർത്താനാവുന്ന അവസാന ഘട്ടത്തിൽ, എല്ലാ പരിശോധനയും അവസാനിപ്പിക്കാറാകുന്ന അവസാന ഘട്ടത്തിലാണ് ഈ പുഴയുടെ ആഴങ്ങളിൽ നിന്ന് നാവികസേനയുടെ ഉദ്യോഗസ്ഥൻ നടത്തിയ തിരച്ചിലിൽ ഒരു വസ്തു കണ്ടെത്തുന്നത്. ഒരു കറുത്ത വസ്തു എന്ന് ആണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടത്. ആ വസ്തു പിന്നീട് ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു സ്ട്രോങ് എന്ന് എഴുതിയൊരു ഭാഗങ്ങൾ, ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്താനായി. പിന്നീടുള്ള ഏറ്റവും ആകാംക്ഷ നിറച്ചത് അർജുന്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ ഇത്തരത്തിൽ അർജുനുണ്ടോ എന്നുള്ളതായിരുന്നു. ആ ആകാംക്ഷകൾക്കൊക്കെ വിരാമമായി ഈ ലോറി എത്തിച്ചപ്പോൾ അർജുന്റെ മൃതദേഹം തന്നെ കണ്ടെത്താൻ സാധിച്ചു. മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളും ചിന്നിച്ചിതറിയ നിലയിൽ കൂടിയായിരുന്നു. വളരെ ദുഃഖകരമായ കാഴ്ച കൂടിയായിരുന്നു. പിന്നീട് അർജുന്റെ മൃതദേഹം ഉടൻ തന്നെ ഈ പോലീസ് നടപടികൾക്ക് വിധേയമാക്കി കാർവാറിലെ ജില്ലാ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നീട് DNA അടക്കമുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ഏറ്റെടുത്തു. ഇതിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിലനിർത്തിയത് കാലാവസ്ഥ തന്നെയാണ്. അതിശക്തമായ മഴയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കാർവാറിലും ഗംഗാവാലി പുഴയിലും ഷിരൂരിലും ഉണ്ടായിരുന്നത്. കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴ രൗദ്രഭാവം വെടിഞ്ഞത് 3ാം ദൗത്യത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. പക്ഷേ വേലിയേറ്റ സമയത്തും വളരെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർത്തുന്ന ഒരു സാഹചര്യവുമുണ്ടായി. മാത്രവുമല്ല, ഇടയ്ക്ക് വിട്ട് പെയ്യുന്ന മഴ ഈ ജലത്തിന്റെ അളവ് കുറച്ചതുമില്ല. അങ്ങനെ വലിയ പ്രതിസന്ധികൾ എല്ലാ ഘട്ടങ്ങളിലും നേരിട്ടുവെങ്കിലും 72ാം ദിവസം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനിക്കാവുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, ഒറ്റക്കെട്ടായി നടത്തിയ ഈ കൂട്ടായ്മയോടെ നടത്തിയ ഈ ശ്രമങ്ങളാണ് ഈ ഫലം ഉണ്ടാക്കി തന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാളിദാസ്, തീർച്ചയായും വലിയൊരു ദൗത്യം തന്നെയായിരുന്നു. ജൂലൈ 16 മണ്ണിടിച്ചിൽ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് അറിയുന്നു നമ്മൾ ഒരു മലയാളി അതിലകപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു ട്രക്ക് ഡ്രൈവർ, അർജുൻ എന്ന ട്രക്ക് ഡ്രൈവർ അകപ്പെട്ടിട്ടുണ്ടെന്നറിയുന്നു. ആദ്യം
തെരച്ചിൽ പ്രവർത്തനം തുടങ്ങുന്നു. ഒന്നാം ഘട്ടത്തിൽ മണ്ണിനടിയിലാണെന്നറിയുന്നു. പിന്നീട് അതല്ല, പുഴയുടെ ഭാഗത്താണെന്നറിയുന്നു. അപ്പോഴേക്കും കേരളത്തിൽ മറ്റൊരു വെല്ലുവിളി ഉയർന്നു വരുന്നു. ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൽ സംഭവിക്കുന്നു. അവിടെ ഒരു അനിശ്ചിതത്വം ഷിരൂരിൽ സംഭവിക്കുന്നു. വീണ്ടും രണ്ടാം ഘട്ടം തുടങ്ങുന്നു. കൂടുതൽ ആൾക്കാർ വരുന്നു. രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നു, മേജർ ഇന്ദ്രപാലൻ വരുന്നു. അങ്ങനെ നിരവധി പ്രമുഖർ വരുന്നു, ഇടപെടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ. അങ്ങനെ ഒന്നാം ഘട്ടത്തിലെത്തി 72-ാം ദിവസത്തിൽ ആ സ്ഥിരീകരണം, ആ ഒരു ലോറിയുടെ ഭാഗം ലഭിക്കുന്നു. അതിൽ നിന്നും DNA പരിശോധനയ്ക്ക് അയക്കുന്നു. പിന്നീട് സ്ഥിരീകരിക്കുന്നു അർജുൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അവസാനം അവിടുന്ന് മൃതദേഹം അകമ്പടിയോടെ കോഴിക്കോട്ടെ കണ്ണാടിക്കലെ വീട്ടിലെത്തി സംസ്കാരവും കഴിഞ്ഞ് ഇപ്പോൾ അർജുൻ എന്നേക്കുമായി ഓർമ്മയായിരിക്കുകയാണ്. പ്രണാമമർപ്പിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു